നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോഴ കേസുകളിൽ പ്രത്യേക പരിരക്ഷയില്ല, ജനപ്രതിനിധികൾ വിചാരണ നേരിടണം. സുപ്രധാന വിധി പ്രസ്താവിച്ച സുപ്രീം കോടതി. കൈക്കൂലി ക്രിമിനൽ കുറ്റമാണെന്നും ജനപ്രാതിനിധ്യ നിയമം അനുശാസിക്കുന്ന പ്രത്യേക പരിരക്ഷ കൈക്കൂലി കേസുകളിൽ ബാധകമല്ല എന്നും ഏഴംഗ ബെഞ്ച് വ്യക്തമാക്കി. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും പ്രസംഗത്തിനോ വോട്ട് ചെയ്യാനോ കോഴ വാങ്ങുന്ന എംപിമാർക്കും MLA-മാർക്കും പാർലമെന്ററി പരിരക്ഷ ഇല്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. ഇതുപ്രകാരം കോഴ വാങ്ങി കീശ വീർപ്പിക്കുന്ന ജനപ്രതിനിധികൾ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസിൽ വിചാരണ നേരിടണമെന്ന് ബെഞ്ച് വിധിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നും സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ ജനപ്രതിനിധികളെ വിചാരണ ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിയമം. 1998 വോട്ടിന് കോഴ വാങ്ങിയ കുറ്റത്തിന് ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കി സുപ്രീം കോടതി 5-അംഗ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിരുന്നു. അന്നത്തെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 3 പേർ ഈ വിധിയെ അനുകൂലിച്ചപ്പോൾ 2 പേർ എതിർത്തിരുന്നു. തുടർന്ന് ഭൂരിപക്ഷ വിധി എന്ന പേരിൽ ബെഞ്ച് അന്തിമ വിധി പ്രസ്താവിക്കുകയായിരുന്നു. നരസിംഹറാവു കേസിലെ ഈ വിധിയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 7-അംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയിട്ടുള്ളത്. കൈക്കൂലി ക്രിമിനൽ കുറ്റമാണെന്നും ജനപ്രാതിനിധ്യ നിയമം അനുശാസിക്കുന്ന പ്രത്യേക പരിരക്ഷ കൈക്കൂലി കേസുകളിൽ ബാധകമല്ല എന്നും 7-അംഗ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ സാമാജികരെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. രാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിലെ അല്ലെങ്കിൽ നിയമസഭയിലെ ജനപ്രതിനിധികൾ കൈക്കൂലി വാങ്ങി വോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനെ തകർക്കുന്ന ഒന്നാണ് എന്നും അതുകൊണ്ട് തന്നെ 1998 വിധി തെറ്റാണെന്നും ആ വിധിയോട് യോജിക്കുന്നില്ല എന്നും വിധി പ്രസ്താവിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനു പുറമെ ജസ്റ്റിസുമാരായ AS ബൊപ്പണ്ണ, MM സുന്ദരേഷ്, PS നരസിംഹ, JB പർദിവാല, സഞ്ജയ് കുമാർ, മനോജ് മിശ്ര എന്നിവരായിരുന്നു ബെഞ്ചിലെ മറ്റംഗങ്ങൾ. പിന്നീട് 2012 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോഴ വാങ്ങി വോട്ട് ചെയ്തു എന്ന കേസിൽ JMM നേതാവ് ഷിബു സോറന്റെ മകൾ സീത സോറൻ 1998 വിധിപ്രകാരം തന്നെ കുറ്റവിമുക്തയാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെതിരെ 1993 ജൂലൈയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേൽ വോട്ട് ചെയ്യാനായി ചില MPമാർ കോഴ വാങ്ങി എന്ന പരാതിയിൽ അഴിമതി നിരോധന നിയമപ്രകാരം CBI രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നത്. കൈക്കൂലി വാങ്ങി പാർലമെന്റിനകത്ത് ചെയ്ത വോട്ടിന് ഭരണഘടനയുടെ 105(2) അനുച്ഛേദപ്രകാരം MPമാർക്ക് പ്രത്യേക പരിരക്ഷ ഉണ്ട് എന്നായിരുന്നു ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധി. ലോകസഭയിലെ വോട്ട് സഭയുടെ പ്രത്യേക അവകാശവുമായി ബന്ധപ്പെട്ടായതിനാൽ അതുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടാൻ ഒരു കോടതിക്കും അവകാശമില്ല എന്നും അഴിമതി നിരോധന നിയമത്തിലെ 2C വകുപ്പ് പ്രകാരമുള്ള ജനസേവകരുടെ പരിധിയിൽ MPമാർ വരുന്നില്ല എന്നുമാണ് സുപ്രീം കോടതി വിധിച്ചിരുന്നത്. ഈ കേസിന്റെ വാദം കേൾക്കുന്നതിനിടെയാണ് 1998 വിധി വീണ്ടും ചർച്ചയാകുകയും തീരുമാനം കൈക്കൊള്ളാൻ 7-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുകയും ചെയ്തത്. ഈ കേസിലാണ് ഇപ്പോൾ 7-അംഗ ബെഞ്ച് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.